ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് കുറച്ച് വെള്ളരിക്കയും പിന്നെ നല്ല അടിപൊളി പഴുത്ത ഏത്തപ്പഴവും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്ത വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത് നോക്കി ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുത് തന്നെയായിരുന്നു കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാനും പാകത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്കൊന്ന് മാറ്റാവേ. ഇത് വേവാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടുവേ. അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവയും ഒരു 1/4 ടീസ്പൂണൊക്കെ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവയൊന്നും ഒരുപാട് കൂടരുതേ. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ട ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ വേവിക്കാൻ വെച്ച ഐറ്റംസ് ഒക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ പഴമൊക്കെ ഓൾറെഡി നല്ല പഴുത്തതായതുകൊണ്ട് പിന്നെ അത് തന്നെ ഒന്നും വലിയ വേവില്ലല്ലോ. ഇതിനൊന്നും അധികം വേവില്ല. അതിന് പെട്ടെന്ന് തന്നെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് ഉടയ്ക്കാനൊന്നും നിൽക്കേണ്ട. കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. സാധാരണ ഓണത്തിന് വെള്ളരിക്ക പച്ചടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ പഴവും കൂടെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലുള്ളതെല്ലാം നന്നായിട്ട് വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് മാത്രം വെള്ളം, ഒരു 1/2 കപ്പിലും താഴെയായിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാടങ്ങ് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കറി അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇപ്പം തന്നെ ആവശ്യത്തിനുണ്ട് വെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി ചെറുതായിട്ട് ഒന്നങ്ങ് തിളച്ച് വരണം കേട്ടോ. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയേ. ഒരുപാടിട്ട് തിളപ്പിക്കുമ്പോഴേക്ക് കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മൺചട്ടി അതിൻ്റെ പേരിൽ തന്നെ ചൂട് നന്നായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇത് മൺചട്ടി അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ 1 കപ്പോളം നല്ല കട്ട തൈര് നോക്കി എടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
അപ്പം തൈര് ചേർക്കുന്നതിന് മുന്നേ ഈ ഇത് തീ അങ്ങ് ഓഫാക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ തൈരെല്ലാം പിരിഞ്ഞ് ആകെ കൊളാവും കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. കണ്ടപ്പോഴേ കറി കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു കുഞ്ഞി താളിപ്പും കൂടെ വേണം കേട്ടോ, അപ്പോഴാണ് ഈ കറിയുടെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് അവിടെ ഇരിക്കട്ടെ, ഒരു ചെറിയ താളിപ്പും കൂടെ ഉണ്ടാക്കാം. അതിനൊരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2, 3, 4 കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും ചേർത്തിട്ട് ആ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് നിറം മാറ്റുന്നൊന്നുമില്ല ഞാന്. അപ്പോൾ ഒന്ന് മൂത്ത് വന്നാൽ മതിയേ. ഇപ്പോൾ ദാണ്ട എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കണ്ടോ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ മുളക് പൊടി ഇങ്ങനെ ചേർക്കുമ്പോഴേ കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചേർത്ത് കൊടുത്ത് ഉടനെ ഇളക്കാനൊന്നും നിൽക്കണ്ട. നമുക്കിത് അടച്ച് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ദാണ്ട ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക പഴം പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം.